ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യതൃകാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹ്യേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മാ സ്വയമാത്മാ ചതുഷ്പാദഃ. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതം പ്രജ്ഞാനഘനയേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞേഷാന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അധിമാത്രം പാദമാത്രാ മാത്രാശ്ച പാദ അകാര ഉകാരോ മകാരൈതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ് വാ ആപ്നോതിഃ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദുഭയത്വാദ് വാ ഉത്കർഷതി വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി ന സ്യാദ് ബ്രഹ്മവിദ് കുലേ ഭവതി ഏവം വേദ.
സുഷുപ്തസ്ഥാനപ്രജ്ഞോ മകാരസ്തൃതീയാം മാത്രാമിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി യ ഏവം വേദ. അമാത്രചതുർത്ഥോ അവ്യവഹാരിക പ്രപഞ്ചോ വശനശ്യോ അദ്വൈത ഓങ്കാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം യ ഏവം വേദ. അനാദശാന്തി പ്രകരണം 4-ാമത്തെ പ്രകരണത്തിൽ 1-ാമത്തെ ശ്ലോകം. ജ്ഞാനേനാകാശകൽപേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാ ഭിന്നേന സംബുദ്ധ തം വന്ദേതി പതാംബരം. ഈ പ്രകടനത്തിൽ പ്രധാനമായിട്ടും അജാതവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയും അസ്പർശയോഗം. അതിൽ തന്നെ സാഖ്യന്മാര്, ന്യായവൈശേഷികന്മാര് അവരുടെ സിദ്ധാന്തങ്ങളിവിടെ നിഷേധിക്കുകയാണ്. അതിവിടെ പറയും അദ്വൈതത്തിൽ വാസ്തവത്തിൽ മറ്റാരുടെയും സിദ്ധാന്തങ്ങളെ നിഷേധിക്കുന്നില്ല. എന്നാൽ അവർ പരസ്പരം നിഷേധിക്കുന്നു. ഒരാൾ പറയുന്ന യുക്തിയെ മറ്റൊരാൾ നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുന്നതുകൊണ്ട് പരസ്പരം അവരുടെ സിദ്ധാന്തങ്ങൾ ശരിയല്ല എന്ന് അർത്ഥാത് വന്നു ചേരുന്നു. അക്കാര്യത്തെ അദ്വൈതം ഇവിടെ എടുത്തു കാണിക്കുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദർശനത്തെ നിഷേധിക്കുക എന്നത് അദ്വൈതത്തിൽ ഇല്ല എന്നാണ്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്തത് തദിഹ വിസ്തരേണ അന്യോന്യ വിരുദ്ധതയാ സമ്യക് ദർശനത്വം പ്രദർശിച്ചു. ഈ ശാസ്ത്രങ്ങളെല്ലാം മുമ്പ് പറഞ്ഞ രീതിയിൽ പരസ്പരം വിരുദ്ധങ്ങളായിത്തീരുന്നു. അവയിലെ പരസ്പര വൈരുദ്ധ്യത്തെ ഞങ്ങളെടുത്ത് കാണിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ദ്വൈത ദർശനത്തെ അദ്വൈതിക്ക് നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർ പരസ്പരം നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ടത് സമ്യക് ദർശനമല്ല. തത് നിഷേധേന അദ്വൈത ദർശനം സിദ്ധി ഉപസംഹർത്തവ്യം. അതുകൊണ്ട് അവരുടെ പരസ്പരമുള്ള നിഷേധത്തിലൂടെ സിദ്ധിക്കുന്നതാണ് അദ്വൈത ദർശനം. അതുകൊണ്ട് അദ്വൈതയെക്കുറിച്ച് പൊതുവൊരു ധാരണയുണ്ട്. എന്താണ്? വാദപ്രതിവാദത്തിലൂടെ ദ്വൈതികളെല്ലാം പരാജയപ്പെടുത്തി സ്വന്തം സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നവരാണ്.
അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓരോ ദർശനങ്ങളിലും ദ്വൈത ദർശനങ്ങളിലും പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദർശനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അദ്വൈതി അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അദ്വൈത ദർശന സദ്രൂപസംഹർത്തവ്യ ആവീതന്യായേന ഇതി അലാദശാന്തിരാരംഭ്യത. അത് ഇവിടെ പറയുന്നു ആവീതന്യായം വ്യതിരേകന്യായം എന്ന് പറയും. അത് തർക്കശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്. അന്വയന്യായവും വ്യതിരേകന്യായം, അന്വയുക്തി വ്യതിരേകയുക്തി, അന്വയവ്യാപ്തി വ്യതിരേകവ്യാപ്തി എന്നെല്ലാം പറയും. പുകയെ കണ്ടിട്ട് പറയുന്നു പുകയുള്ളിടത്തെല്ലാം തീയുണ്ടെന്ന്. അതിന് അവരുടെ അന്വയന്യായം എവിടെ എവിടെയെല്ലാം പുകയുണ്ടോ അവിടെ എവിടെയെല്ലാം തീയുണ്ട് എന്നാണ്. തിരിച്ചും പറയാം, എവിടെയാണോ തീ ഇല്ലാത്തത് അവിടെ പുകയുമില്ല എന്ന് പറയുമ്പോൾ അത് ആവീതന്യായമായി അല്ലെങ്കിൽ വ്യതിരേകന്യായം, വ്യതിരേക വ്യാപ്തി, വ്യതിരേക യുക്തി എന്നെല്ലാം പറയും. അതിലൂടെ ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നു. അന്വയവ്യാപ്തിയിലൂടെയും വ്യതിരേക വ്യാപ്തിയിലൂടെയും ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് എന്താണ്? എവിടെയാണോ പുക കണ്ടത് അവിടെ തീർച്ചയായും തീയും ഉണ്ടായിരിക്കും. ഇതിനെ അനുമാന പ്രമാണമെന്നും പറയുന്നു. ഈ തരത്തിൽ അന്വയവ്യതിരേക വ്യാപ്തിയിലൂടെ ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നു. ഇത് ചാർവാകന്മാരൊഴികെ എല്ലാ ദാർശനികന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു ചിന്താരീതിയാണ് അനുമാനം. അതിന് അനുമാന പ്രമാണം എന്നും പറയും. പ്രത്യക്ഷത്തെപ്പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അനുമാനത്തിനും. ചില സ്ഥലങ്ങളിലെല്ലാം അനുമാനത്തിന് പ്രത്യക്ഷത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം പ്രത്യക്ഷത്തിലൂടെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും അനുമാനത്തിലൂടെ ശ്രദ്ധിക്കും. അതീന്ദ്രിയമായ കാര്യങ്ങൾ തുടങ്ങിയതെല്ലാം പ്രത്യക്ഷത്തിലൂടെ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുമാനത്തിലൂടെ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകും. അറിഞ്ഞാൽ പോരാ, അറിവ് സത്യമായിരിക്കും. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷത്തെക്കാൾ പ്രാധാന്യം അനുമാനത്തിന് കൊടുക്കുന്നുണ്ട്. കാരണം അതും യഥാർത്ഥമായ അനുഭവത്തിലുള്ള ഉപായമാണ് ആ നിലയ്ക്ക്. ഇവിടെയും അന്വയ വ്യതിരേക യുക്തികളിലൂടെ ഈ പ്രകൃതിയുടെ അനിത്യത്വം അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഇവിടെ എന്താണ് അന്വയവ്യാപ്തി പറയുന്നത്? എന്താണോ ഉണ്ടായത് അത് അനിത്യമാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ കൃതകം തദനിത്യം എന്ന് പറയുമ്പോൾ അത് അന്വയവ്യാപ്തിയായി. വ്യതിരേകമായി പറയുമ്പോൾ എന്തെല്ലാം അനിത്യമായിട്ടുണ്ടോ അതെല്ലാം ഉണ്ടായതാണ്. എന്തെല്ലാം നമ്മൾ അനിത്യമായി കാണുന്നുണ്ടോ ബാഹ്യമായി തന്നെ പരിശോധിക്കാം, പ്രത്യക്ഷമായി പരിശോധിക്കാം. ഇവിടെ എന്തെല്ലാം അനിത്യമായി നശിച്ചു പോകുന്നതായി കാണുന്നുണ്ടോ അതെല്ലാം ഉണ്ടായതാണ്. ഈ രണ്ട് യുക്തിയിലൂടെയും ഈ കാണപ്പെടുന്ന സർവവും ഉണ്ടായതാണ്. അതുകൊണ്ട് ഈ കാണപ്പെടുന്ന സർവവും നശിക്കുന്നതുമാണ് എന്ന് സമർത്ഥിക്കുന്നു. അതാണ് ആവീതന്യായേന അലാദശാന്തി. അങ്ങനെ യുക്തിയിലൂടെ നിശ്ചയിച്ച കാര്യം ഈ കാണുന്ന സർവവും നശിക്കുന്നതാണ്. നശിക്കുന്നതാണെങ്കിൽ അത് സത്യമല്ല. അത് മറ്റു രീതി പറയുന്നതാണ് മിഥ്യയാണ്. ഉണ്ടാകുന്നതെല്ലാം നശിക്കുന്നതാണെന്നുള്ളത് മറ്റുള്ളവർ സ്വീകരിക്കുന്നതാണ്. ന്യായ വൈശേഷികന്മാരും അത് അംഗീകരിക്കുന്നതാണ്. പക്ഷെ അവർ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നു. ഈ കാണുന്ന വസ്തുക്കളിൽ ഉണ്ടായതുണ്ട്, നിത്യമായതുകൊണ്ടെന്നാണ് അവരുടെ പക്ഷം. പരമാണുക്കളും മറ്റും നിത്യമാണ്. ബാഹ്യമായി കാണുന്ന ഈ വൃക്ഷലതാദികളും മറ്റും നശിക്കുന്നതാണ്. ഇതാണ് അവർ പറയുന്നത്. പക്ഷെ ഈ ന്യായത്തെ അവർ സ്വീകരിക്കുന്നു. ഉണ്ടായതെല്ലാം നശിക്കും. അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്നൊന്നും അവർ സ്വീകരിക്കുന്നില്ല. പക്ഷെ അദ്വൈതി എന്ത് ചെയ്യുന്നു? ആ ന്യായത്തിലൂടെ അവസാനം എത്തിച്ചേരുന്നത് എന്താണോ ഇത്
മിഥ്യയാണ് പ്രപഞ്ചം, പരമാർത്ഥമല്ല എന്ന്. അതാണ് അനാഥശാന്തി പ്രകടനത്തിൽ അതാണ് സമർത്ഥിക്കുന്നത്. പരമാർത്ഥത്തെക്കുറിച്ചുള്ള ചിന്ത അദ്വൈതിക്ക് മാത്രമേ ഉള്ളൂ. ദ്വൈത ദർശനത്തിൽ അങ്ങനെ ഒരു പരമാർത്ഥ ചിന്തയില്ല. അവർ നിത്യമായ വസ്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ പരമാർത്ഥം അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. പരമാർത്ഥ ചിന്തയിൽ അനിത്യം എന്നുള്ളതിനുപരി മിഥ്യ അതിനെ കൂടെ ശ്രദ്ധിക്കുന്നു. അനിത്യം എന്നും മിഥ്യ എന്ന് പറഞ്ഞാൽ ഒന്നല്ല. അനിത്യം എന്ന് പറഞ്ഞാൽ ഉണ്ടായി നശിക്കുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പരമാർത്ഥത്തിലില്ലാത്തത്. അതിനുവേണ്ടി ഇവിടെ അനാഥശാന്തി പ്രകടനത്തെക്കുറിച്ച് പറയുന്നു. തഥാ തർക്കത സംഭാവിതസ്യ ആഗമേന അവഗതസ്യാപി പ്രതിപക്ഷഭൂത വാദാന്തര അപാകരണ പ്രപഞ്ചമന്തരേണ പാക്ഷിക അസമ്യക്ത്വശങ്ക സ്യാത് അദ്വൈത ദർശനേതി തത്പ്രതിഷേധേന തസ്സിദ്ധിരുപസംഹൃത്യവ്യ ഇതി അനാഥശാന്തി ദൃഷ്ടാന്ത ഉപലക്ഷിതം ആരഭ്യതേ പ്രകരണം. ആദ്യം അനുമാനത്തിലൂടെ ഊഹിക്കുന്നു. അതാണ് തർക്കത സംഭാവിത. തർക്കത്തിലൂടെ എന്താണ് ഈ പ്രപഞ്ചം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ തുര്യനിൽ നിന്ന് അന്യമായി പ്രപഞ്ചം നിലനിൽക്കുന്നില്ല. ഈ പ്രപഞ്ചം തുര്യന്റെ ചിത്തസ്പന്ദനമാണ്. ഇത് പരമാർത്ഥത്തിൽ തുര്യനെ അറിഞ്ഞവന്റെ അനുഭവമാണ്. അതിലുപരിയായി യുക്തിയിലൂടെ ഇത് സമർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടാണ് മുമ്പ് ചർച്ച ചെയ്തത്. അതാണ് തർക്കത സംഭാവിതസ്യ, യുക്തിയിലൂടെ സമർത്ഥിക്കുന്നു. ഈ ഭാഗം കൂടുതലും അതാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രുതിയും കാരികയും എല്ലാം പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കുക. സിദ്ധാന്തത്തെ സമർത്ഥിക്കുമ്പോൾ അവിടെ യുക്തിയെയും ശ്രുതി പ്രമാണത്തെയും ആശ്രയിക്കും. അതിൽ അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം, അതെല്ലാം ദ്വൈതം എന്ന് പറയുന്ന ഒരു പട്ടികയിൽപ്പെടും. അതിനെല്ലാം നിഷേധിക്കുക. അത് അവർ പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് അതെല്ലാം സ്വയം നിഷേധിക്കപ്പെടുന്നു എന്ന് വെളിപ്പെടുത്തിയാലും അത് നിഷേധം തന്നെ. ചില സന്ദർഭങ്ങൾ അങ്ങനെയല്ല, അദ്വൈതി നേരിട്ട് തന്നെ അതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുമുണ്ട്. തർക്കവാദത്തിനും മറ്റും അതാണ് ചെയ്യുന്നത്. എന്തായാലും ദ്വൈത ദർശനം പരസ്പരം വിരുദ്ധമാണെന്ന് കാണിക്കും. അത് ഒരു തരത്തിലുള്ള ചിന്തയാണ്. അപ്പോൾ അത് ശ്രവണത്തിലൂടെ ഒരുവനിൽ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ദൃഢമായ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ആത്മതത്വത്തെ പ്രതിപാദിക്കാനല്ല, ഈ ദ്വൈത ദർശനത്തിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനാണ്. അവിടെ യുക്തിക്ക് പ്രാധാന്യം വരും, അനുഭവത്തിനല്ല. ശാസ്ത്രത്തിന് പ്രാമാണ്യം വരും. രണ്ടാമത് അങ്ങനെയല്ല, ആത്മതത്വത്തെക്കുറിച്ച് പറയുക. എന്താണ് ആത്മതത്വം? ഒരുവന് എങ്ങനെ ആത്മനിഷ്ഠനാകാം? അത് കൂടുതൽ അന്തർമുഖമാണ്, കൂടുതൽ സൂക്ഷ്മമാണ്. അത്തരം ചർച്ചകൾ അന്തർമുഖമായി സൂക്ഷ്മമായി ഒരുവനെ ആത്മാഭിമുഖമാക്കുക, ഇതാണ് മറ്റൊരു തരത്തിലുള്ള ചർച്ച. ഇത് രണ്ടും മാറി മാറി വരും. ഒരു സ്ഥലത്ത് ആ ശ്രോതാവിനെ കൂടുതൽ അന്തർമുഖമാക്കി ആത്മനിഷ്ഠമാക്കുമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ വീണ്ടും അത് യുക്തിചിന്തയിലൂടെ അദ്വൈതത്തിന് വിരോധിയായി വരുന്ന സിദ്ധാന്തങ്ങളെ നിഷേധിക്കുന്ന ആ രീതിയിലേക്ക് പോകും.
ഇവിടെ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ രീതിയാണ്. ആത്മനിഷ്ഠയ്ക്കല്ല പ്രാധാന്യം, ആത്മനിഷ്ഠയ്ക്ക് പ്രതികൂലമായിരിക്കുന്ന ആശയങ്ങളുടെ പോരായ്മകൾ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ ഇതൊരു പൊതുവായ ചർച്ചയാണ് എന്ന് പറയാം. ഇനി വരുന്ന ഭാഗങ്ങൾ കുറേ ഭാഗം അങ്ങനെയാണ് പോകുന്നത്. അതും ആവശ്യമാണ്. ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരു രീതിയുണ്ട് ശാസ്ത്ര ചർച്ചയിൽ. മൂന്നാമത്തെ എന്താണ്? അർത്ഥവാദവാക്യങ്ങൾ. നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. ആത്മതത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുക, അതിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക, രോചകമായ വാക്യങ്ങൾ പറയുക. ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. ആത്മജ്ഞാനം കൊണ്ട് ഇന്ന ഇന്ന ഫലങ്ങളുണ്ടാകും, ഫലത്തെക്കുറിച്ച് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് ശ്രോതാവിന് ഇതിനെക്കുറിച്ച് രുചിയുണ്ടാകും, താല്പര്യത്തെ ഉണ്ടാക്കും. അത് മൂന്നാമത്തെ വഴിയാണ്. അത് മുഖ്യമല്ല, പക്ഷെ ശ്രോതാക്കൾക്കത് ഇഷ്ടമായിരിക്കും പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം പ്രാപിക്കും, മോക്ഷം ആനന്ദമാണ്, സർവ്വദുഃഖ നിവൃത്തി വരും, ഈ തരത്തിൽ അതിനെ വർണ്ണിക്കും. ഇത് കേവലം വർണ്ണനയാണ്, അർത്ഥവാദപരമായ വർണ്ണനകളാണ്. പക്ഷെ കേൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അതൊന്നും മുഖ്യമായ തത്വപ്രതിപാദനമല്ല. മുഖ്യമായ തത്വപ്രതിപാദനത്തിൽ മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ സൂക്ഷ്മതയും മാത്രം ആശ്രയിച്ചിട്ടാണ് ശ്രോതാവ് മുന്നോട്ട് പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് രസകരമായിട്ടൊന്നുമില്ല, കൂടുതൽ തത്വചിന്താപരമായിട്ടുമില്ല. അപ്പോൾ പ്രധാനമായിട്ട് ഈ മൂന്ന് തരത്തിലാണ് ശാസ്ത്രം ഈ കാര്യത്തെ വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായി വരുന്നത് അന്തർമുഖമായി ഒരുവനെ നയിക്കുന്ന രീതിയാണ്. അതിന് പ്രക്രിയ എന്ന് പറയും, ചിന്താരീതി. രണ്ടാമതായി വരുന്നത് ഇതാണ് തത്വപ്രതിപാദനം. ദ്വൈതവാദങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് വരുന്നു. മൂന്നാമതായി വരുന്നത് നമ്മളെ രസിപ്പിക്കുന്നത്. തത്വത്തിന്റെ മഹത്വത്തെ പറഞ്ഞ് ആത്മനിഷ്ഠയെക്കുറിച്ച് മോക്ഷത്തിന്റെ സവിശേഷതകളെല്ലാം കുറിച്ച് പറഞ്ഞ് ശ്രോതാക്കളെ രസിപ്പിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നു. അത് അധമമാണ് എന്നാണ് പറയുന്നത് തത്വചിന്തയിൽ. ഇവിടെ രണ്ടാമത്തെ രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. തർക്കത സംഭാവിതസ്യ ആഗമേന അവഗതസ്യാപി. തർക്കത്തിലൂടെ യുക്തിയിലൂടെ സമർത്ഥിച്ചു, അത് തന്നെ ആഗമത്തിലൂടെ അറിഞ്ഞു. ശ്രുതി നേരിട്ട് പറഞ്ഞു. ശ്രുതി നേരിട്ട് പറയുന്നതിൽ ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുകയാണ്. ഇതാണ് പരമാർത്ഥം, തുര്യനാണ് പരമാർത്ഥം, ഈ പ്രപഞ്ചം അതിൽ ആരോപിതമാണ്. പക്ഷെ ശ്രുതി പറഞ്ഞാൽ അത് ബോധ്യം വരത്തില്ല, നിസ്സംശയമായി ബോധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ സംശയം വരും, മനസ്സിൽ വികല്പങ്ങൾ വരും. അതങ്ങനെ സംഭവിക്കാമോ എന്ന് ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? തർക്കത്തെ കൂട്ടുപിടിക്കുന്നു, ശ്രുതി അനുസാരിയായ തർക്കം. അതുകൊണ്ട് രണ്ടിനെയും പറഞ്ഞു. ശ്രുതി ബോധിപ്പിച്ചു, തർക്കം അതിനെ സമർത്ഥിച്ചു. അവിടെ പ്രതിപക്ഷഭൂത വാദാന്തര അപാകരണ പ്രപഞ്ചം അന്തരേണ. വളരെ ശുദ്ധമായ മനസ്സാണ്, സൂക്ഷ്മമാണ്, ഏകാഗ്രമാണെങ്കിൽ ശ്രുതി പറയുന്നു മതി. പക്ഷെ അങ്ങനെയുള്ള മനസ്സല്ല, മനസ്സ് ക്ഷിപ്തമാണ് എങ്കിൽ ആ മനസ്സിൽ പല വാദങ്ങളും വരും. പ്രതിപക്ഷഭൂത വാദാന്തരം. ശ്രുതി പറഞ്ഞതിനെ എതിർക്കാനുള്ള മനസ്സ് പോലും. ഗുരു ഉപദേശിക്കുന്നതിന്, ഗുരു നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്ന മനസ്സ് പോലെ. ശ്രുതി പരമഗുരുവാണ്,
ശ്രുതിയുടെ ആ വാക്യങ്ങളും അത് പരമാർത്ഥമാണ് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യും. അതാണ് പ്രതിപക്ഷഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത്. വാദാന്തരങ്ങൾ, മനസ്സ് പല വാദങ്ങളെയും അവിടെ ഉന്നയിക്കും. അതെങ്ങനെ ശരിയാകും, ശ്രുതി അങ്ങനെ പറഞ്ഞ് ശരിയാണോ എന്ന് ചിന്തിക്കും. ഗുരുവിന്റെ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഗുരു അങ്ങനെ പറഞ്ഞ് ശരിയാണോ, അങ്ങനെ പ്രവർത്തിച്ച് ശരിയാണോ, ഈ സന്ദർഭത്തിൽ ഞാനാണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ലല്ലോ, പ്രവർത്തിക്കില്ലായിരുന്നല്ലോ എന്നെല്ലാം ചിന്തിക്കും. ഇതാണ് പ്രതിപക്ഷവാദങ്ങൾ. അതിന്റെ അപാകരണം പ്രപഞ്ചം, അതിനെ അപാകരണം ചെയ്യുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്, ചെറിയൊരു കാര്യമുണ്ട്. ഈ കോടിക്കോടി ഗ്രന്ഥങ്ങൾ ഉണ്ടായത് മുഴുവൻ എന്താണ്? ഈ പ്രതിപക്ഷ ചിന്തകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആഗമത്തിന് പറയാൻ ചുരുക്കം വാക്കുകളേ ഉള്ളൂ. തത്വമസി എന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ അല്ലെങ്കിൽ ഓമെന്നോ, അതും അല്ലെങ്കിൽ മൗനത്തിലൂടെ ആയാലും മതി. തത്വത്തെ മൗനത്തിലൂടെയും ബോധ്യപ്പെടുത്താം. പക്ഷേ മനസ്സതിനൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിപക്ഷഭൂതമായ വാദാന്തരങ്ങൾ, അതൊരു പ്രപഞ്ചമാണെന്നാണ് പറയുന്നത്. അതാണ് ശാസ്ത്രപ്രപഞ്ചം, ചിത്തഭ്രമണ കാരണം എന്നെല്ലാം പറയുന്നു. എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ശാസ്ത്രപ്രപഞ്ചം. ഈ ശാസ്ത്രത്തെ ഇങ്ങനെ പ്രപഞ്ചനം ചെയ്യുന്നവർ, വിസ്തരിക്കുന്ന ആചാര്യന്മാർക്കും അറിയാം ഇത് വെറുതെയാണ്, ഇതിന് കഴമ്പില്ലെന്നറിയാം അവർക്കും, നമുക്ക് മാത്രമല്ല. ഒരു തരത്തിലത് നിഷ്പ്രയോജനമാണെന്നുള്ളതറിയാം. പക്ഷെ അതല്ലാതെ മറ്റൊരു ഉപായം ഇല്ല ഈ മനസ്സിനെ അടക്കുന്നതിന്. മനസ്സിങ്ങനെ നിരന്തരം ഈ പ്രതിപക്ഷ വാദങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് സമാധാനം പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ശാസ്ത്രം തന്നെ ഒരു വലിയ പ്രപഞ്ചമായി മാറുന്നു. അതുകൊണ്ടുള്ള ഭാഷ്യകാരനും പറയുന്നു, ഈ ശാസ്ത്ര പ്രപഞ്ചത്തെ കൂടാതെ ഇത് സാധ്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ അലാത ശാന്തി പ്രകരണം എന്നാണ്. അതിന്റെ ആവശ്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ വായിച്ചത് ആനന്ദഗിരിയുള്ള ഒരു ഭാഗമാണ്. അത് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തത്പ്രഷേധേന അദ്വൈത ദർശന സിദ്ധിർ ഉപസംഹർത്തവ്യ. ഈ ചിന്താപ്രപഞ്ചത്തെ അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത സിദ്ധി അത് സമർത്ഥിക്കണം. സമ്യക് ദർശനത്തെ ആദ്യം കാണിച്ചിട്ടും വീണ്ടും മനസ്സിൽ വിരുദ്ധ ദർശനങ്ങൾ വരുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത ദർശനം അവതരിപ്പിക്കണം. അതിനുവേണ്ടി ആവീതന്യായേന അലാത ശാന്തി പ്രകരണത്തെ ഇവിടെ പറയുന്നു. എല്ലാ യുക്തികളും ഉപയോഗിച്ചു. തത്ര അദ്വൈത ദർശന സമ്പ്രദായ കർത്തുഹു അദ്വൈത സ്വരൂപേണൈവ നമസ്കാരാർത്ഥോ അയം ആദ്യ ശ്ലോകഃ. അദ്വൈത ദർശന സമ്പ്രദായ കർത്താവ് അതാരായാലും പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല. ആദിനാരായണൻ എന്ന് പറയാം, ചിലർ പറയുന്നു ബുദ്ധനെന്നും പറയുന്നുണ്ട്, അദ്വൈതവാദി എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്തങ്ങനെ പറയുന്നുണ്ട്. സംബുദ്ധ തം വന്ദേ ദിപതാംബരം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അദ്വൈതത്തെ ഏറ്റവും പ്രാചീനനായ ആചാര്യൻ, അറിയപ്പെടുന്ന ആചാര്യൻ, അദ്വൈത ദർശന സമ്പ്രദായ കർത്താവ്, അതാരാണ്? അതിനൊരു വ്യക്തിയായി ഇവിടെ കാണുന്നില്ല. സമ്പ്രദായ കർത്താവിനെ, ഗുരുവിനെ നമ്മളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്നതിന് കാരണം നമ്മുടെ മനസ്സ് വളരെ സങ്കുചിതമായതുകൊണ്ട് നമുക്കൊരു വ്യക്തിഭാവത്തിൽ നിന്ന് ഉണർന്ന് തത്വഭാവത്തിൽ ഗുരുവിനെ കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ആചാര്യൻ പറയുന്നത് എന്താണ്? അദ്വൈത സ്വരൂപേണ. ഇവിടുത്തെ ഗുരു അദ്വൈതം സ്വരൂപം തന്നെ, അദ്വൈത തത്വം തന്നെ. അദ്വൈത തത്വത്തിൽ നിന്ന് അപ്പുറത്തിലൊരു ഗുരുവില്ല. കൈയും കാലും മുഖവും നാക്കും മൂക്കും ഒക്കെയുള്ള ഒരു ഗുരു ഇവിടെ ഇല്ല.
ആ തത്വം തന്നെ പറയുന്നു ആ ഗുരുവിനെ അദ്വൈത സ്വരൂപേണൈവ നമസ്കാരാർത്ഥോ, അദ്വൈത രൂപത്തിൽ തന്നെ നമസ്കരിക്കുന്നു എന്നർത്ഥം. ചോദിക്കും, അദ്വൈത രൂപത്തിൽ പിന്നെന്താ നമസ്കാരം? നമസ്കരിക്കുന്നെങ്കിൽ എന്താണ്? അഷ്ടാംഗ നമസ്കാരമോ സാഷ്ടാംഗ നമസ്കാരമോ എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് പരിചയമുള്ളത്. ഇവിടെ എങ്ങനെയാണ് അദ്വൈത രൂപത്തിലുള്ള നമസ്കാരം? ആദ്യ ശ്ലോകം, ഇവിടുത്തെ നമസ്കാരം എന്ന് പറയുന്ന ആദ്യ ശ്ലോകം തന്നെ മാനസികമായ ഭാവന തന്നെ, അതല്ലാതെ വേറെ. ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ ഭാവന. ഭാവനയിലൂടെ നമസ്കരിക്കുന്നു, അതാണ് മുഖ്യമായ നമസ്കാരം. മനസ്സ് അദ്വൈത അഭിമുഖമാകുന്നത് തന്നെ നമസ്കാരം. അദ്വൈതത്തെ സ്മരിക്കുക, അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ മനസ്സ് അദ്വൈത അഭിമുഖമാകുന്നു, ആത്മാഭിമുഖമാകുന്നു. അദ്വൈതം എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാഭിമുഖമാകുന്നു. അതാണ് ഏറ്റവും വലിയ നമസ്കാരം. ബാഹ്യമായി ചെയ്യുന്നത് നമസ്കാരം, അത് ഗൗണ നമസ്കാരം, പാമരന്മാർക്കുള്ള നമസ്കാരം. വേണ്ട എന്നുള്ളതല്ല, അതും വേണം. പക്ഷെ മുഖ്യ നമസ്കാരം അതല്ല, മനസ്സിന്റെ ഭാവന തന്നെ മുഖ്യ നമസ്കാരം. നേരത്തെ പറയുന്നത് നമസ്കാരം അസ്തുതി. അവനിൽ ബാഹ്യമായ നമസ്കാരങ്ങളില്ല, ബാഹ്യമായ സ്തുതി കഥനങ്ങളൊന്നുമില്ല. അവന്റെ അന്ധകരണം സദാ ആത്മാഭിമുഖമായിരിക്കുന്നു. അത് തന്നെ അവന്റെ നമസ്കാരം. അതുകൊണ്ടിവിടെ ആത്മസ്മരണ, അദ്വൈത സ്മരണ, അത് തന്നെ നമസ്കാരം. അല്ലെങ്കിൽ പറയാൻ എന്താണ്? അവൻ സദാ ആചാര്യ നമസ്കാരത്തിൽ തന്നെ. ആചാര്യ പൂജാഹി അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥ വിഷ്യതേ ശാസ്ത്രാരംഭേ. ശാസ്ത്രം ഗുരു ഉപദേശമാണ്. ഉപദേശിക്കുമ്പോൾ ശിഷ്യനെ പലതും ബോധ്യപ്പെടുത്തണം. അതിലൊന്നും ബോധ്യപ്പെടേണ്ട എന്താണ്? ആചാര്യ പൂജ, ഗുരുപൂജയെക്കുറിച്ച്. എന്തിനു വേണ്ടി? ആ തത്വഗ്രഹണത്തിന്, തത്വനിഷ്ഠയ്ക്ക് അതെല്ലാം അത് ആവശ്യമാണ്. ആചാര്യപൂജ വേണം, ഗുരുപൂജ ആവശ്യമാണ്. അഭിപ്രേത അർത്ഥസിദ്ധ്യർത്ഥം, എന്താണോ ആചാര്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആചാര്യൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ശിഷ്യന്റെ മംഗളമാണ്. മറ്റൊന്നും ഒരു ശിഷ്യനിൽ നിന്ന് ആചാര്യൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് അഭിപ്രേതാർത്ഥസിദ്ധി. ആ ശിഷ്യന്റെ മംഗളം എന്താണ്? അവൻ ആത്മനിഷ്ഠനാവുക, ആത്മനിഷ്ഠയിലൂടെ സംസാരമോചനം സിദ്ധിക്കുക. ഇതൊക്കെയാണ് അഭിപ്രേതാർത്ഥം. അതിനുവേണ്ടി ആചാര്യൻ തന്റെ ആചരണത്തെ തന്നെ ശിഷ്യന് ബോധ്യപ്പെടുത്തുന്നു. തന്റെ ആചരണം എന്താണ്? ആത്മസ്മരണ, സദാ ആത്മസ്മരണ. ആ സദായുള്ള ആത്മസ്മരണയിലൂടെ ആത്മാനുഭവത്തിലെത്തിച്ചേരുക. അതാണ് അവിടുത്തെ ആചാര്യപൂജ, ഗുരുപൂജ എന്ന് പറയുന്നത്. അത് ശിഷ്യനും നിരന്തരം നിലനിൽക്കണം. അതിനുവേണ്ടി ഇനി പറയാൻ പോകുന്ന വാദവിവാദങ്ങളിലേക്ക് കിടക്കുകയാണ്. നൈയായികൻ അങ്ങനെ പറഞ്ഞു, വൈശേഷികൻ ഇങ്ങനെ പറഞ്ഞു, സാഖ്യൻ ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തരുടെയും വാദങ്ങളെ എടുത്തു കാണിക്കുകയാണ്. ഈ വാദവിവാദങ്ങൾ ഒന്നും വെറുതെ മനസ്സിന്റെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആത്മബോധത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അവിടെ ആത്മസ്മരണ രൂപത്തിലുള്ള ആചാര്യപൂജയെ വിട്ടിട്ടായിരിക്കരുതെന്നും എന്നാണ്. വാദപ്രതിവാദത്തിന് ഇഷ്ടമുള്ളവർ അതിൽ മുഴുകിപ്പോവും. അത് വരാൻ പാടില്ല. ബാഹ്യമായ ആചാര്യപൂജയുടെ തലവല്ല ഇത്.
ആന്തരികമായ ആചാര്യപൂജ തന്നെ വേണം. അതുകൊണ്ട് ആന്തരികമായ ആചാര്യപൂജയെ ആത്മസ്മരണ രൂപത്തിലുള്ള അല്ലെങ്കിൽ അദ്വൈത സ്മരണ രൂപത്തിലുള്ള ആചാര്യപൂജയെ പ്രദർശിപ്പിക്കുകയാണ്. മനസ്സ് ഈ വാദവിവാദങ്ങളിൽ മുഴുകിപ്പോവാതിരിക്കാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്ര ചർച്ചയിൽ ഒരിക്കലും ആത്മസ്മരണയെ വിട്ടിട്ട് പോകാൻ പാടില്ല എന്നർത്ഥം. എല്ലാ ശാസ്ത്ര ചർച്ചകളും ആത്മസ്മരണയോടുകൂടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് വെറും ശുഷ്കമായി പോകും. നേരത്തെ പറഞ്ഞല്ലോ, ശുഷ്ക തർക്കപ്പെടു നമോ, ശുഷ്ക തർക്കപ്പെടുക്കൾ. ആത്മസ്മരണ ഇല്ലാതെ വെറുതെ ഈ തർക്കജാലങ്ങളിൽ മനസ്സിനെ കൊടുക്കുക, അത് വരാൻ പാടില്ല. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മസ്മരണ മാത്രമാണ്. അതുകൊണ്ട് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വാദവിവാദങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ കാര്യം വ്യാഖ്യാനിക്കുന്നു. ആകാശേന ഈശത സമാപ്തം ആകാശകൽപ്പം ആകാശതുല്യമിത്യേത്. അദ്വൈതം ആകാശതുല്യമാണ്. ആകാശതുല്യം എന്ന് പറയുമ്പോൾ ആകാശത്ത് പോലെയെന്ന് കരുതരുത്. ആകാശം എന്ന് പറയുമ്പോൾ അതിന് ഒരു അവകാശമുണ്ട്, ഒരിടമുണ്ട്. എല്ലാത്തിനെയും അത് നിലനിർത്തുന്നു, ഭൗതികമായ എല്ലാത്തിനെയും. ഭൗതികമായ സർവത്തിനെയും നിലനിർത്തുന്ന ഒന്നാണ് ആകാശം. അതുകൊണ്ട് ഇത് ആകാശതുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആകാശത്തെ പോലെ ഭൗതികമായ സർവത്തിനും ഇടം കൊടുക്കുന്നതാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് പറയുന്നത് അങ്ങനെയല്ല. ഇത് ഭൗതികമായ സർവത്തിനെയും നിഷേധിക്കുന്ന ഒന്നാണ്, നിരാകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത് ആകാശമല്ല, ആകാശതുല്യമാണ്. ആത്യന്തികമായ സർവത്തെയും നിഷേധിക്കുന്നു, അല്ലെങ്കിൽ സർവത്തെയും തന്നെ അന്തർഭവിപ്പിക്കുന്നു, അല്ലെങ്കിൽ സർവത്തിനും തന്റെ സത്തയെ പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ചിസ്വരൂപമായ തന്നിൽ സർവവും ഭാനം ചെയ്യുന്നു. വേറെടുത്ത് പറയും എന്താണ്, ഇതിന്റെ രസത്തിൽ സർവവും ജീവിക്കുന്നു എന്നെല്ലാം പറയും. ആ രീതിയിൽ സർവാധാരമായിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിന് ആകാശം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആകാശതുല്യം എന്ന് പറയാം. തേനാകാശകൽപ്പേന ജ്ഞാനേന, അതാണ് ഈ ആത്മതത്വം. അതെന്താണ്, അതിനെങ്ങനെ മനസ്സിലാക്കാം? ജ്ഞാനം, അറിവ്. അറിവ് എന്ന് പറയുമ്പോൾ ശുദ്ധമായ അറിവ്. നമുക്ക് പരിചയമുള്ള അറിവല്ല. നമുക്ക് പരിചയമുള്ള അറിവ് അശുദ്ധമായ അറിവാണ്, ഉണ്ടായി നശിക്കുന്ന അറിവ്, പ്രദക്ഷിണം മാറിപ്പോകുന്ന അറിവ്. ആ പ്രദക്ഷിണം മാറിപ്പോകുന്ന അറിവിൽ നിന്നും ആ മാറ്റത്തെ ഒഴിവാക്കിയാൽ ശേഷിക്കുന്നത്, അതാണ് നിരുപാധികമായ അറിവെന്ന് പറയുന്നത്, മാറാത്ത അറിവ്. അങ്ങനെയുള്ള ജ്ഞാനേന ആകാശകൽപ്പേന ധർമാൻ ഗഗനോപമാൻ ധർമാൻ ആത്മനഃ കിം വിശിഷ്ടാൻ ഗഗനോപമാൻ ഗഗനോപമായേഷാം ദേ ഗഗനോപമാൻ. ആകാശകൽപ്പം എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുന്നു. ആകാശത്തോടെ അതിനെ ഉപമിക്കാൻ പറ്റും. നമ്മുടെ അനുഭവ വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു അംശത്തോടെ അതിനെ ഉപമിക്കാൻ പറ്റുമെങ്കിൽ അത് ആകാശത്തിനൂടെ പറ്റും. അത് സർവവ്യാപകമാണ്, നിരാകാരമാണ്, നിർവികാരമാണ്. ഇത്തരത്തിലാണ് നമ്മളതിനെ അനുഭവപ്പെടുന്നത്. നിഷ്കളമാണ്, പരിശുദ്ധമാണ്. അങ്ങനെയുള്ള ആകാശതുല്യമായിരിക്കുന്ന ധർമാൻ, ജീവന്മാര്. ധർമ്മം എന്ന് പറയുന്ന ഈ ജീവന്മാര് സാധാരണ പറയുന്ന ധർമ്മമല്ല. ആ പരമാർത്ഥ തത്വം അത് ആകാശതുല്യമാണ്. ജീവന്മാരും ആകാശതുല്യമാണ്. കാരണം പരമാർത്ഥത്തിൽ രണ്ടും ഒന്നായതുകൊണ്ട്. ജ്ഞാനസേവ പുനർവിശേഷണം ജ്ഞേഹി ധർമ്മേർ ആത്മഭിർ അഭിന്നം അഗ്നിവിഷ്ണവത് സവിതൃ പ്രകാശവത് ജ്ഞാനം തേന ജ്ഞേയാഭിന്നേന ജ്ഞാനേന ആകാശകൽപ്പേന.
ജ്ഞേയ ആത്മസ്വരൂപ അവ്യതിരിക്തേന ഗഗനപുമാൻ ധർമാൻ യസംബുദ്ധ. ഈ ജീവന്മാരും ജ്ഞാനസ്വരൂപികളാണ്. ആ ജീവന്മാർക്ക് ജ്ഞേയമായിരിക്കുന്നതോ ജ്ഞേയമായ ഒന്നും ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല. അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ജ്ഞേഹി ധർമ്മേഹി ആത്മഭിഹി അഭിന്നം. അത് ജ്ഞാനാഭിന്നമാണ്. ജീവന്മാരെല്ലാം ജ്ഞാനസ്വരൂപികളാണ്. ആ ജീവന്മാർക്ക് മുമ്പിൽ പ്രകാശിക്കുന്ന സർവവും ആ ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല. സൂര്യന്റെ പ്രതിബിംബങ്ങൾ അന്യമല്ലാത്തതുപോലെ, അല്ലെങ്കിൽ അഗ്നിയുടെ ഉഷ്ണം, അഗ്നിയുടെ അച്ചൂട് അഗ്നിയിൽ നിന്ന് അന്യമല്ലാത്തതുപോലെ. പക്ഷെ നമ്മളതിനെ കാണുമ്പോൾ രണ്ടായി കാണും. ഇത് പറയുന്നു ഇത് പ്രകാശമാണ്, ഇത് ഉഷ്ണമാണെന്ന് നമ്മൾ രണ്ടായി കാണുന്നു. എന്നാൽ പ്രകാശത്തിൽ നിന്ന് ഉഷ്ണത്തെയോ ഉഷ്ണത്തിൽ നിന്ന് പ്രകാശത്തെയോ വേർതിരിക്കാൻ വയ്യ. അനുഭവത്തിൽ ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞ് അനുഭവപ്പെടുന്നു, പ്രകാശമായും ചൂടായും. അല്ലെങ്കിൽ സൂര്യനും അതിന്റെ പ്രകാശവും പോലെ. നമ്മൾ പറയുന്നു ആകാശത്ത് നിൽക്കുന്നത് സൂര്യൻ, ഇവിടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റും കാണുന്ന അതിന്റെ വെളിച്ചം. വാസ്തവത്തിൽ അതും ഇതും വെളിച്ചമാണ്. രണ്ടിനെയും വേർതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ ജ്ഞാനമായിരിക്കുന്നതും ജ്ഞേയമായിരിക്കുന്നതും, അല്ലെങ്കിൽ ജ്ഞേയ അഭിന്നേന ജ്ഞാനേന പറയും. അതുകൊണ്ടാണ് ഇതിന് ആകാശകല്പം എന്ന് പറഞ്ഞത്. ഒരു ജീവനെ കുറിച്ച് നമ്മൾ ധരിക്കുന്നത് എന്താണ്? ഇത് പരിച്ഛിന്നമാണ്, ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്, ഈ ശരീരത്തിന്റെ ജന്മത്തോടുകൂടി ഉണ്ടാകുന്നതാണ്, ഈ ശരീരത്തിന്റെ നാശത്തോടുകൂടി ഇല്ലാതാകുന്നതാണ്, സ്വപ്നത്തിലും ജാഗ്രതത്തിലും സുഷുപ്തിയിലും എല്ലാം മാറി മാറി നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അനുഭവം. ഇതുപോലെ അനന്തമായ ജീവന്മാരാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. പക്ഷെ ഒരു ജീവന്റെ അനുഭവത്തിൽ ഇങ്ങനെ അനന്ത ജീവന്മാർ നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം ശരിക്കുള്ള നിലനിൽപ്പ് ഇവിടെ തന്നിൽ തന്നെ, ആ ജീവനിൽ തന്നെ. ജീവൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ നിലനിൽപ്പ്. അനന്ത ജീവന്മാരും ഈ പ്രപഞ്ചവും ഈ ജ്ഞാനത്തിൽ പ്രകാശിക്കുകയാണ്. തന്റെ തന്നെ ജ്ഞാനത്തിൽ പ്രകാശിക്കുകയാണ്. അപ്പൊ തന്റെ ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ജ്ഞേയമായി. ആ ജ്ഞേയം ഈ ജ്ഞാനത്തിൽ നിന്നും അഭിന്നമായി ജ്ഞേയ ആത്മസ്വരൂപ അവ്യതിരിക്തേന. ജ്ഞേയമായിരിക്കുന്നതും ആ ജ്ഞാനം തന്നെ. ഒരേ ഒരു ജ്ഞാനം തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു, ജ്ഞാനമായും ജ്ഞേയമായും. സ്വപ്നം പോലെ അവിടെ ഒരേ ജ്ഞാനം രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. ഈ പറയുന്നത് തത്വജ്ഞന്റെ അനുഭവത്തെയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ അറിവിൽ സർവത്തെയും അറിയുന്നു എന്ന് പറയുമ്പോൾ സർവത്തെയും ഉൾക്കൊള്ളുന്ന അതാണ് എന്റെ അറിവെന്ന് വരുന്നത്. അത് ഗഗനോപമാൻ, ഗഗനതുല്യമായി ഈ വിപുലമായ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഈ അറിവ്, എന്റെ അറിവ്, സർവവ്യാപകമായിരിക്കുന്ന ആകാശത്തെ പോലും ഉൾക്കൊള്ളുന്ന ഈ അറിവ് ഇതിനേക്കാളെല്ലാം വ്യാപകമാണ്. അതുകൊണ്ടാണ് അതിനെ ഗഗനോപമാനം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അറിവ് എങ്ങനെ പരിച്ഛിന്നമാകും, എങ്ങനെ പരിമിതമാകും? അറിവ് പരിമിതമാകത്തില്ല. പരിമിതമായ ഒന്നിന് എങ്ങനെ ഈ വിപുലമായ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ പറ്റും? പരിച്ഛിന്നമായ ഒന്നിന് എങ്ങനെയാണ് ഈ സർവ്വവ്യാപകമായിരിക്കുന്ന ആകാശത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ആകാശത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അനന്തമാണ്. ആകാശത്തിന്റെ അനന്തതയെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. ആകാശത്തിന്റെ അനന്തതയെ ഗ്രഹിക്കുന്ന ആ ജ്ഞാനം, അത് തികച്ചും അനന്തമായിരിക്കുന്ന അനന്തമായ ഒന്നിനെ ഈ അനന്തതയെ ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു എന്താണ്? ഈ ജ്ഞാനം ഗഗനതുല്യമാണ്. ചിന്തിക്കുന്നവർ, ജ്ഞാനത്തെ പരിച്ഛിന്നമായി ധരിച്ചിരിക്കുന്നവർക്കല്ല, ജ്ഞാനത്തിന്റെ വ്യാപകത്വത്തെയും അനന്തതയെയും കുറിച്ച് ചിന്തിക്കുന്നവർക്ക്
അവർക്ക് മനസ്സിലാകുന്നു ഇത് ആകാശതുല്യമാണ്. എന്നുവെച്ചാൽ ആകാശതുല്യം എന്ന് പറയുമ്പോൾ ആകാശത്തെ പോലെ അനന്തവും വ്യാപകവുമാണ്. അത് ആകാശത്തെയും ഉൾക്കൊള്ളുന്നതുകൊണ്ടെന്നാണ് അത് ആകാശത്തെക്കാൾ വ്യാപകമാണ്. ആകാശത്തെ അപേക്ഷിച്ചത് ആകാശത്തെക്കാൾ അത് അനന്തവുമാണ്. വാസ്തവത്തിൽ അത് മാത്രമേ അനന്തമായിട്ടുള്ളൂ. അങ്ങനെ ഒരു ജീവൻ തന്റെ ജ്ഞാനത്തിന്റെ അനന്തതയെ ഗ്രഹിക്കുന്നു. അനന്തമായ ഈ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന തന്റെ ജ്ഞാനത്തിന്റെ അനന്തത അവൻ ജ്ഞാനിയായി. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ യ സമ്പുദ്ധ സമ്പുദ്ധവാൻ അവനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. തന്റെ ജ്ഞാനത്തിന്റെ അനന്തതയെ ഗ്രഹിച്ചവൻ, അതിൽ നിന്ന് അനന്യമായി സർവത്തെയും ഗ്രഹിച്ചവൻ, ആകാശം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ എല്ലാം ഗ്രഹിച്ചവൻ. അയമേവ ഈശ്വര, അവൻ തന്നെയാണ് ഈശ്വരൻ. അവൻ എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞു? കാരണം അവനിൽ തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്ന ആളിനെയാണ്. തന്റെ ജ്ഞാനത്തിന്റെ വ്യാപകതയെ ഗ്രഹിച്ചവൻ, ആ ജ്ഞാനത്തെ തന്റെ സ്വരൂപമായി തന്നെ ഗ്രഹിച്ചവൻ, അവൻ തന്നെയാണ് ഈശ്വരൻ. യോ നാരായണാഖ്യ, അവനെയാണ് നാരായണൻ എന്ന് പുരാണങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്നത്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് ഈ തത്വത്തെ ഗ്രഹിച്ചവനാണ്. ആ തത്വഗ്രാഹിയാണ് ഇവിടെ ഗുരു എന്ന് പറയുന്നത്, ആചാര്യൻ എന്ന് പറയുന്നത്, ഗുരു എന്ന് പറയുന്നത്. തം വന്ദേ അഭിവാദയേ. അങ്ങനെ ഒരാൾ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു, ഗ്രഹിച്ചിട്ട് അന്യർക്ക് വേണ്ടി ഉപദേശിച്ചു. അങ്ങനെയുള്ള പരമഗുരുവിനെ താൻ വന്ദിക്കുന്നു എന്നിവിടെ ആചാര്യപാദർ പറയുകയാണ്. അഭിവാദയേ ദ്വിപദാം വരം, രണ്ടു കാലുള്ളവർ എന്ന് പറഞ്ഞ ഇവിടെ മനുഷ്യനെ ഉദ്ദേശിച്ച് പറയുകയാണ്. ദ്വിപദ ഉപലക്ഷിതാനാം പുരുഷാണാം വരം, പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ, ജീവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ, അനന്തമായ ജീവന്മാരുള്ളവരിൽ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ഈ ജ്ഞാനം കൊണ്ടവൻ ഈശ്വരൻ തന്നെയായി മാറി. അതുകൊണ്ട് പ്രധാനം പുരുഷോത്തമം, അവനെ പുരുഷോത്തമൻ എന്ന് പറയും. ആ പുരുഷോത്തമനായിരിക്കുന്ന ആചാര്യനെ, പരമഗുരുവിനെ സ്മരിക്കുന്നു. അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നു. ഉപദേഷ്ടു നമസ്കാര മുഖേന ജ്ഞാതൃഭേദരഹിതം പരമാർത്ഥ തത്വ ദർശനമിഹ പ്രകരണേ പ്രതിവിവാദയിഷിതം പ്രതിപക്ഷ പ്രതിഷേധദ്വാരേണ പ്രതിജ്ഞാതം ഭവതി. ഇവിടെ ഗുരുവിനെ നമസ്കരിക്കുകയാണ്. ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഗുരുവിന്റെ സ്മരണയാണ് ഇവിടുത്തെ നമസ്കാരം എന്ന് പറഞ്ഞ ആന്തരികമാണ്. ശരിക്കും ഇവിടുത്തെ നമസ്കാരം എന്ന് പറയുന്ന ആ തത്വ സാക്ഷാത്കാരം തന്നെ. കാരണം ഇവിടെ തത്വനിഷ്ഠനായ ഗുരുവാണ് ഉപദേശിക്കുന്നത്, തത്വ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അവിടുത്തെ നമസ്കാരം എന്ന് പറയുന്നത് തത്വസ്മരണയാണെന്ന് പറഞ്ഞു, അദ്വൈത സ്മരണയാണെന്ന് പറഞ്ഞു. അതിലൂടെ എന്താ ബോധിപ്പിക്കുന്നത്? ജ്ഞാന ജ്ഞേയ ജ്ഞാതൃഭേദരഹിതം പരമാർത്ഥ തത്വ ദർശനം, ഭേദശൂന്യമായ പരമാർത്ഥ തത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇഹ പ്രകരണേ പ്രതിവിവാദയിഷിതം. ഇവിടെ ഇനി ആചാര്യൻ വിസ്തരിച്ച് പറയാൻ പോകുന്ന പരമാർത്ഥ തത്വത്തെക്കുറിച്ചാണ്. ആ തത്വത്തെ ആചാര്യൻ നേരിട്ട് ബോധിപ്പിക്കുന്നു. അനുഭവത്തിൽ നിന്നുകൊണ്ട് ബോധിപ്പിച്ചാലും ശരി, കേൾക്കുന്നവന്റെ മനസ്സിൽ വീണ്ടും വികല്പങ്ങൾ വരും, ആണ് പ്രതിപക്ഷ ചിന്തകൾ വരും. ആചാര്യൻ അതിനെയും കാണുന്നു, ആ പ്രതിപക്ഷ ചിന്തകളെല്ലാം കാണുന്നു.
പ്രതിപക്ഷ പ്രതിഷേധദ്വാരേണ. അതാണ് ഈ വാദവിവാദങ്ങളെല്ലാം. ചോദിക്കും, തത്വത്തെ പറഞ്ഞാൽ പോരെ, തത്വത്തെ മനസ്സിലാക്കി തന്നാൽ പോരെ, എന്തിനീ വാദവിവാദങ്ങളിലേക്ക് കടക്കണം? ഈ വാദവിവാദങ്ങൾ ആചാര്യന്റെ മനസ്സിലുള്ളതല്ല, കേൾക്കുന്നവന്റെ മനസ്സിലുള്ളതാണ്. അവന്റെ മനസ്സിൽ തത്വസ്മരണത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ രത്നം അഴുക്കുകൊണ്ട് മൂടിയിരുന്നാൽ ആ അഴുക്ക് മാറ്റണം, എന്നാലേ രത്നത്തിന്റെ പ്രകാശത്തെ തിരിച്ചറിയാൻ പറ്റും. അവന്റെ അന്ധകരണത്തിലുള്ള പ്രതിപക്ഷം ശ്രോതാവിന്റെ അതിനെ നിഷേധിക്കണം. അത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യൻ വാദപ്രതിവാദത്തിലേക്ക് കടക്കുന്നത്. അതല്ലാതെ മറ്റൊരു ഉപായമില്ല. അല്ലെങ്കിൽ അവന്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശം ഈ പ്രതിപക്ഷങ്ങളെ കൊണ്ട് മൂടിയിരിക്കും. അതാണ് പ്രതിപക്ഷ പ്രതിഷേധദ്വാരേണ. ആചാര്യന് വീണ്ടും അത് ചെയ്യേണ്ടി വരുന്നു. ശിഷ്യന്റെ അന്ധകരണത്തിലുള്ള ഈ എതിർപക്ഷങ്ങളെല്ലാം നിരാകരിക്കുക. എന്നിട്ട് താൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അതാണ് പറയുന്ന ആചാര്യൻ ശിഷ്യന് ആത്മബോധത്തെ പകർന്നു കൊടുക്കുന്നു എന്നും മറ്റും പറയുന്നു. പകർന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റിയ ഒരു വസ്തുവാണോ ആത്മതത്വം? അനന്യമായ ആത്മതത്വത്തിൽ ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നുമില്ല. ഭേദമുള്ളിടത്തെ കൊടുക്കൽ വാങ്ങൽ നടക്കത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഗുരുർനൈവ ശിഷ്യ, ഗുരുവില്ല ശിഷ്യനുമില്ല. ആ അവസ്ഥയിൽ എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്? അപ്പൊ കൊടുക്കുന്നു വാങ്ങുന്നു ഒന്നുമില്ല. പക്ഷേ ആചാര്യൻ ഇത് ചെയ്യുന്നുണ്ട്. എന്താണ്? പ്രതിപക്ഷ പ്രതിഷേധം. ശിഷ്യന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന വികല്പങ്ങളെല്ലാം പരിഹരിക്കുന്നു. എന്നിട്ട് അവന് ചിത്തസമാധാനത്തെ കൊടുക്കുന്നു. അവന്റെ മനസ്സിനെ അകമുഖമാക്കി സൂക്ഷ്മമാക്കി ആത്മപ്രതിഷ്ഠിതമാക്കുന്നു, ആത്മാവിൽ ഉറപ്പിക്കുന്നു. അതിനു വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നു. അതിന് മുഖ്യമായ സഹായമാണ് അവന്റെ ഈ മനസ്സിന്റെ വികല്പങ്ങളില്ലാതാക്കുക. അത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെ ഇവിടെ തുടക്കത്തിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നാണ് ആചാര്യൻ. ശിഷ്യന്റെ വിശ്വാസദാർഢ്യത്തിന് വേണ്ടിയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അല്ലെങ്കിൽ ശിഷ്യൻ സംശയിക്കുക, എന്താണ് ഈ സംശയങ്ങളിൽ നിന്നെല്ലാം, ഈ വികല്പങ്ങളിൽ നിന്നെല്ലാം എന്റെ മനസ്സ് എന്നാണ് മുക്തമായി തീരുന്നത്, എന്നാണ് ആത്മതത്വത്തിൽ ഉറയ്ക്കുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരും. അതിന് ഇവിടെ ആദ്യം തന്നെ പ്രതിജ്ഞ ചെയ്യുകയാണ്, അത്തരം സംശയങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്ന് ഗുരു ഇവിടെ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ കാര്യം ജ്ഞാനേനാകാശകൽപ്പേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാഭിന്നേന സംബുദ്ധ വന്ദേതി പദാംബരം അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖോഹിത അവിവാദോ വിരുദ്ധശ്ച ദേശിതസ്തം നമാമ്യഹം അധുനാ അദ്വൈതദർശനയോഗസ്യ നമസ്കാരഃ തത്സ്തുതയേ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അസ്പർശയോഗം എന്ന് പറഞ്ഞു. യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് നിരോധ സമാധിയെക്കുറിച്ചാണ്. ഇവിടെ അതല്ല പറയുന്നതെന്ന് വീണ്ടും പറയുകയാണ്. ഇത് അദ്വൈത ദർശന യോഗമാണ്. അദ്വൈത ദർശനം തന്നെ ഇവിടുത്തെ യോഗം, വൃത്തി നിരോധ രൂപത്തിലുള്ള യോഗസമാധിയല്ല ഇവിടെ പറയുന്നത്. അതിനെ നമസ്കരിക്കുന്നു, അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി. അതിന് അദ്വൈത ദർശന യോഗസ്യ നമസ്കാരഃ തത്സുഖേ. സ്പർശനം സ്പർശക സംബന്ധോ ന വിദ്യതേ യോഗസ്യ കേനചിത്
കഥാചിതപി സോ അസ്പർശയോഗോ ബ്രഹ്മസ്വഭാവയേവ വൈനാമേതി ബ്രഹ്മവിദാം അസ്പർശയോഗ ഇത്യവം പ്രസിദ്ധ ഇത്യർത്ഥഃ. ഇതിന് അസ്പർശയോഗം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്വൈത ദർശന യോഗം എന്നും പറയാം. എന്നുവെച്ചാൽ ഈ യോഗം നിരുപാധികമാണെന്നർത്ഥം. മറ്റ് യോഗങ്ങൾ പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. നിരോധയോഗം, മന്ത്രയോഗം, യന്ത്രയോഗം, തന്ത്രയോഗം, ലയയോഗം, എത്രയോ യോഗങ്ങളാണ്. ഈ യോഗങ്ങളുടെ എല്ലാം താല്പര്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം, പരമാത്മലാഭം. ഇതൊക്കെ തന്നെ എല്ലാ യോഗങ്ങളുടെയും താല്പര്യം. എന്നാൽ ഇവിടെ പറയുന്ന യോഗത്തിന് ഒരു വിശേഷതയുണ്ട്. എന്താണ്? സ്പർശനം സംബന്ധോ ന വിദ്യതേയസ്യ. ഈ യോഗം നിരുപാധികമാണെന്നർത്ഥം. യാതൊരു ഉപാധികളെയും സ്വീകരിക്കുന്നില്ല. മറ്റു യോഗങ്ങൾക്ക് അങ്ങനെയല്ല, നിരവധി ഉപാധികളെ സ്വീകരിക്കുന്നു, ബാഹ്യ ഉപാധികളെ സ്വീകരിക്കുന്നുണ്ട്, മാനസികമായ ഉപാധികളെ സ്വീകരിക്കുന്നുണ്ട്. സംബന്ധം എന്ന് പറയുന്നതാണ്. ഇതങ്ങനെയല്ല. നിരവധി സങ്കേതങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, ഇവിടെ അത് സ്വീകരിക്കുന്നില്ല. നിരവധി അനുഷ്ഠാനങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, ഇവിടെ അതൊന്നും സ്വീകരിക്കുന്നില്ല. ഇവിടെ പരമാർത്ഥ നിലയെ വെളിപ്പെടുത്തുന്നേ ഉള്ളൂ. ഇതാണ് പരമാർത്ഥം. ഇന്നത് ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പരമാർത്ഥം ഇന്നതാണെന്ന് വെളിപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. അനുഷ്ഠാനത്തിന്റെ ക്ലേശം, അനുഷ്ഠാനത്തിന്റെ വ്യസനം, അതൊന്നും ഇവിടെയില്ല. അടുത്ത് പറയും ഇത് തപസ് പോലെയല്ല, ഇത് തപസ്സല്ല. ക്ലേശകരമായ ഒന്നും ഇവിടെ പറയുന്നില്ല. തപസ് ക്ലേശകരമാണ് എന്ന് പറയുമ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു ധരിക്കരുത്. ഇവിടെ ഇത് ആരോടാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയവനോടാണ് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവന് തപസ്സും മറ്റും ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനെങ്കിലും ഒന്നിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു, പരമാർത്ഥത്തെ വെളിപ്പെടുകയാണ്. ആ പരമാർത്ഥത്തിന്റെ വെളിപ്പെടലിൽ മറ്റെല്ലാം നിഷേധിക്കപ്പെട്ടു സ്വയം. അല്ല എന്തിനെങ്കിലും ഒന്നിനെ നിഷേധിച്ചിട്ട് അവിടെ എത്തുകയല്ല. സ്പർശക സംബന്ധോന വിദ്യതേ, സർവോപാധികളെ ഇവിടെ നിഷേധിക്കുന്നു. കേനജിത് കഥാചിതപി, അവിടെ ഒന്നിനുമായിട്ടും യാതൊരു സംബന്ധവുമില്ല. അസ്പർശയോഗവും, വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ മാറ്റുന്നത് പോലെ. വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ മാറ്റുന്നതിന് തപസ്സിന്റെ ആവശ്യമില്ല. വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ തപസ്സിന്റെ ആവശ്യമില്ല. രണ്ടാമതൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഇന്നത് ചെയ്യുക നിങ്ങൾ എന്നവിടെ ആവശ്യപ്പെടുന്നില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താണ്? വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക. ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നത് എത്രമാത്രം അനായാസമായിട്ടാകാമോ അത്രമാത്രം. അനായാസമായി വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്ന എങ്ങനെ? നമ്മൾ തീപ്പെട്ടി വരയ്ക്കുന്നു, അല്ലെങ്കിൽ സ്വിച്ച് ഇടുന്നു, അവിടെയൊക്കെ ആയാസമാണ് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നത്, ചെറുതെങ്കിലും. പക്ഷെ അനായാസമായി വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്ന എങ്ങനെ? സൂര്യഭഗവാൻ തന്റെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അവിടെ നമുക്കൊരായാസമില്ല. നിരുപാധികമായി അവിടെ വെളിച്ചം പ്രകാശിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്, അവിടെ ആയാസം വേണ്ടി വരാത്തത്. ഇവിടെ നമ്മൾ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുമ്പോൾ വെളിച്ചം നമ്മളിൽ നിന്ന് അന്യമാണ്, അതുകൊണ്ട് ഇവിടെ ആയാസം വേണം. ഇതങ്ങനെയല്ല. എന്താ പറയുന്നത്? അസ്പർശയോഗോ ബ്രഹ്മസ്വഭാവയേവ.
ബ്രഹ്മസ്വഭാവം തന്നെയാണ്. സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം തന്നെ. അതിനെ പ്രകാശിപ്പിക്കുന്നതിനവിടെ ആയാസം ലേശവുമില്ല. അതുകൊണ്ടാണ് കേനജിത് കഥാചിത് അപി, ഒരു ഉപായത്തിലൂടെയും ഒരു കാലത്തിലും ഇവിടെ ഒരു സംബന്ധമില്ലാതെ പ്രകാശിപ്പിക്കുകയാണ്. അതാണ് സ്പർശയോഗം എന്ന് പറയുന്നത്. പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുക. ആചാര്യൻ അല്ലെങ്കിൽ ശാസ്ത്രം ഉപദേശത്തിലൂടെ പ്രകാശിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അത് ആചാര്യന്റെ സ്വഭാവമായതുകൊണ്ട്. ബ്രഹ്മസ്വഭാവേവ. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആചാര്യനും നാരായണനും ഈശ്വരനും ഒന്നും വേറെ വേറെയാണ്. അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ, അന്ധതയില്ല. അപ്പം ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നതിന് ആയാസം ആവശ്യമില്ല. യോഗ്യതയുള്ളവന് അതിനെ ഗ്രഹിക്കുന്നതിനും ആയാസം ആവശ്യമില്ല. എങ്ങനെയാണോ അത് പ്രകാശിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗ്രഹിക്കും. കണ്ണുള്ളവന് സൂര്യന്റെ പ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് തപസ്സിന്റെ ആവശ്യമില്ല, യത്നത്തിന്റെ ആവശ്യമില്ല. ഇതിന് കണ്ണ് തുറക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം പ്രകാശം വന്നു കഴിഞ്ഞാൽ കണ്ണ് തനിയെ തുറന്നു. അന്ധനാണെങ്കിലോ എന്തെല്ലാം പ്രയത്നം ചെയ്താലും പ്രകാശത്തിന്റെ അനുഭവം മാത്രം ഉണ്ടാകത്തില്ല, മറ്റു പല അനുഭവങ്ങളും ഉണ്ടാകാം. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ബ്രഹ്മസ്വഭാവയേവ. ഇത് ബ്രഹ്മസ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് അസ്പർശ യോഗം എന്ന് പറയുന്നത്. സർവസംബന്ധശൂന്യമായിരിക്കുന്ന നിരുപാധികമായിരിക്കുന്ന പരമാർത്ഥ പ്രകാശം, അതിനാണ് ആചാര്യൻ വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മവിദാം അസ്പർശയോഗ ഇത്യവും പ്രസിദ്ധ. ആ രീതിയിലാണ് പൂർവാചാര്യന്മാരും ആഗമവും എല്ലാം പറഞ്ഞിരിക്കുന്നത്. പ്രസിദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്. സജ സർവസത്വസുഖോ ഭൂതി. സർവസത്വങ്ങൾക്കും സർവപ്രാണികൾക്കും ഇത് സുഖകരമാണ്. സുഖം എന്ന് പറഞ്ഞാൽ അത് അനായാസമാണെന്നർത്ഥം. യത്നലേശം പോലും കൂടാതെ അനായാസം പ്രകാശിക്കുന്നതാണിത്. ഇതിന്റെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. എനിക്കങ്ങനെയല്ലല്ലോ അനുഭവപ്പെടുന്നത് എന്ന് ആശങ്കിച്ചിട്ട് കാര്യമില്ല. ആചാര്യൻ പറയുന്നത് പരമാർത്ഥം എങ്ങനെയാണ്, നിങ്ങൾക്കതെങ്ങനെ അനുഭവപ്പെട്ടാൽ അത് അനുഭവപ്പെടുന്നവന്റെ നിലവാരം അനുസരിച്ചാണ്. പക്ഷെ പരമാർത്ഥം ഇങ്ങനെയാണ്. കശ്ചിത് അത്യന്ത സുഖസാധന വിശിഷ്ടോപി ദുഃഖരൂപ യഥാർത്ഥം. തപസ് പോലെ അല്ല ഇതെന്നറിയാം. തപസ് എന്താണ്? ദുഃഖരൂപമാണ്. എന്ന് പറയും എന്റെ ജീവിതം തപസ്സാണെന്ന് പറയും. എന്നുവെച്ചാൽ അയാൾ വളരെയധികം ക്ലേശങ്ങളെ സ്വയം സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്തിനു വേണ്ടി ക്ലേശങ്ങളെ സ്വീകരിക്കുന്നു? വലിയൊരു സുഖത്തെ പ്രതീക്ഷിച്ചു. അതാണ് പറയുന്നത് അത്യന്ത സുഖസാധന വിശിഷ്ടവും. വലിയൊരു സുഖത്തിന്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് ചിലർ തപസ്സിനെ സ്വീകരിക്കുന്നു. ആ സുഖം പ്രാപിക്കാൻ വേണ്ടി യോഗങ്ങളും വ്രതങ്ങളും ഇതെല്ലാം ദുഃഖരൂപമാണ്, തപസ്സാണ്. അതിൽ നിന്ന് വിശിഷ്ടമായ സുഖം ഉണ്ടാവും. അതൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. അത് ശാസ്ത്രസമ്മതമല്ലെന്നോ അതിന് യുക്തിയില്ലെന്നോ അനുഭവത്തിന് നിരക്കുന്നില്ലെന്നോ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. അയംതുനോ തഥാ. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം അതുപോലെയൊന്നും അല്ല എന്നാ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇത് തപസ്സിന്റെ ഫലമല്ല, തപസ്സുകൊണ്ട് നേടുന്നതല്ല. തപസ്സുകൊണ്ട് നേടാവുന്നുള്ള ഏറ്റവും വലിയ സുഖം അതിനും അപ്പുറമാണിത്. ഇവിടെ തപസ്സിന്റെ ക്ലേശങ്ങളൊന്നുമില്ല. പിന്നെന്താണ്? കിം തർഹി സർവസത്വാനാം സുഖം. ഇത് സർവപ്രാണികളുടെയും സ്വരൂപമായിരിക്കുന്ന സുഖമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആർജിക്കുന്ന സുഖത്തെയല്ല ഇവിടെ പറയുന്നു.
നിങ്ങൾ നിരാകരിക്കുന്ന ദുഃഖത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് രണ്ടുമല്ല. ലാഭ അലാഭങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്നതാണ്. അതുകൊണ്ടിതിനെ സാധാരണ സുഖങ്ങളുമായി താരതമ്യപ്പെടുത്തി അതിൽ വലിയൊരു സുഖം എന്നൊന്നും കാണണ്ട. തഥാ ഇഹ ഭവതി കശ്ചിത് വിഷയ ഉപഭോഗ സുഖോ നഹിതഃ. മറ്റു സുഖങ്ങൾ എത്ര വലിയ സുഖമായാലും ശരി, വിഷയാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖം എന്ന് പറയുമ്പോൾ അത് സമാധിയിൽ നിന്ന് കിട്ടുന്ന സുഖമായാലും ശരി, അതുവരെയുള്ള സുഖമായാലും നഹിതഃ, അത് ഹിതമല്ല, പരമാർത്ഥ ഹിതമല്ല അത് എന്നർത്ഥം. അയം ദ സുഖോ ഹിതശ്ച. സുഖമെന്നും ഹിതമെന്നും പറയാമെന്നുള്ള ഇതേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇവിടെ പിന്നൊന്നും നേടാനില്ല. ആത്മലാഭം കൊണ്ട് പരമമായ ലാഭത്തെ അയാൾ നേടിയിരിക്കുന്നു. മറ്റേതെങ്കിലും സാധനകളിലൂടെ പ്രാപിക്കുന്ന സുഖം, അതിന് ഒരു സാധനയുടെ നിലയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സമാധി എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു. അതൊരു സാധനയാണ്, അത് സുഖമാണ്, ശ്രേഷ്ഠമായ സുഖമാണ്. പക്ഷെ അതുപോലല്ലോ, കാരണം അതൊരു സാധനയിൽ ഉണ്ടാകുന്ന സുഖമാണ്. അവിടെയും നിരുപാധികതയെ പറ്റുന്നില്ല, അസ്പർശയോഗത്തിലെത്തിച്ചേരുന്നില്ല. ഇതാണെങ്കിലോ അയം സുഖോ ഹിതശ്ച, ഇത് സുഖവും ഹിതവുമാണ്. മുമ്പ് പറഞ്ഞത് സുഖമാണ്, പക്ഷെ ഹിതമായില്ല. കാരണം അത് അവിടെ അവസാനിക്കാത്തതുകൊണ്ട്. അത് അവസാനിച്ചാലേ അത് ഹിതവുമാകത്തുള്ളൂ. എന്നുവെച്ചാൽ അതിന്റെ സാധനാഭാവത്തെയും പഠിക്കും. നിത്യം അപ്രചരിത സ്വഭാവത്വ, അതാണ്. ഏത് സാധനയായാലും എന്താണ്? അത് പ്രചരിത സ്വഭാവമാണ്. സാധനയിലിരുന്നാൽ പോരല്ലോ, സാധനയിൽ നിന്നും മോചനം വേണം. ആ സാധനയിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന തലങ്ങളിലെത്തിയാലും ശരി, അതിൽ നിന്നും മോചനം വേണം. അത് പ്രചരിത സ്വഭാവമുള്ളതാണ്, മാറുന്നതാണ്. ഇന്നൊരു സമാധി ആർജിച്ചു, നാളെ മറ്റൊരു സമാധിക്ക് വേണ്ടി വീണ്ടും ശ്രമിക്കണം, പിന്നെ മറ്റൊരു സമാധിക്ക് വേണ്ടി ശ്രമിക്കണം. അവിടെ ചലനം സംഭവിക്കുന്നു, മാറ്റം സംഭവിക്കുന്നു. ഒരു തലത്തിൽ നിന്ന് ശ്രേഷ്ഠമെന്ന് കരുതുന്ന മറ്റൊരു തലത്തിലേക്ക് പോകണം, സഞ്ചരിക്കണം. ഇതങ്ങനെയല്ല, നിത്യമാണ്. അപ്രചലിത സ്വഭാവം, അപ്രചലിത സ്വഭാവമാണ്, മാറ്റമില്ലാത്തതാണ്. സൂര്യന്റെ പ്രകാശത്തിന് അവിടെ ഏറ്റക്കുറച്ചിലില്ല. നിങ്ങളതിനെ നിങ്ങളുടെ മുറിക്കകത്താക്കുകയാണെങ്കിൽ അതിൽ മന്ദത വരും, സ്പഷ്ടത വരും, പ്രകാശത്തിന് നിങ്ങൾ ഏറ്റക്കുറച്ചിലുണ്ടാകും. സവിതാവിലെന്താണ്? ഏറ്റക്കുറച്ചിലില്ല, എന്നും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു, രാത്രിയും പകലും ഒന്നും ഇല്ലാത്തതുപോലെ. അതാണ് പറയുന്ന നിത്യം അപ്രചലിത സ്വഭാവത്വ. അതാണ് അസ്പർശയോഗത്തിന്റെ പ്രത്യേകത. കിംച അവിവാദോ വിരുദ്ധവദനം വിവാദ പക്ഷ പ്രതിപക്ഷ പരിഹാരേണ യസ്മിന്ന വിദ്യതേ സ്വവിവാദ. അദ്വൈതിയും വിവാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സാഖ്യൻ ഇങ്ങനെ പറഞ്ഞു, വൈശേഷികൻ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പരമാർത്ഥ നില എന്താണ്? അവിവാദമാണ്. അവിടെ വിരുദ്ധവദനങ്ങളൊന്നുമില്ല. സാധാരണ പറയാറ് അദ്വൈതത്തിലും വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ. എന്താണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്? അണുവരണീയാൻ മഹതോ മഹീയാൻ എന്നെല്ലാം പറയും. അണുവിലും അണുവാണ്, മഹത്തിലും മഹത്താണ്. തദൈജതി തന്നൈജതി, ചലിക്കുന്നതാണ് ചലിക്കാത്തതാണ്. ഇതാണ് വിരുദ്ധവദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈരുദ്ധ്യം വരത്തില്ലേ? എന്ന് സംശയിക്കുക. വൈരുദ്ധ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ വൈരുദ്ധ്യം വരണം. അവിടെ എന്തുകൊണ്ട് വൈരുദ്ധ്യത്തെക്കുറിച്ച് പറയുന്നില്ല? അവിടെ ശ്രോതാവിന്റെ മനസ്സിലിരിക്കുന്ന വൈരുദ്ധ്യത്തെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ മനസ്സിൽ അണുവിനെ കുറിച്ചും മഹത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. നിന്റെ മനസ്സിൽ ചലനത്തെക്കുറിച്ചും
നിശ്ചലതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. ഇതെല്ലാം ദ്വന്ദ്വാത്മകമാണ്, വിരുദ്ധവചനങ്ങളാണ്, വിവാദങ്ങളാണ്, പക്ഷപ്രതിപക്ഷങ്ങളാണ്. ഇതിനപ്പുറം പോകണം. ഇതിനപ്പുറമാണ് പരമാർത്ഥം എന്ന് പറയുമ്പോൾ ആ വൈരുദ്ധ്യങ്ങളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടില്ല, അത് പരമാർത്ഥമാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെന്താണ്? പക്ഷപ്രതിപക്ഷങ്ങളെ പരിഗ്രഹിച്ചുകൊണ്ട് അതിനെ നിരാകരിക്കുകയാണ്. യസ്മിന്ന വിദ്യതേ, അവിടെ അതില്ല എന്ന് പറയുകയാണ്. അത് അണുവിനും മഹത്തിനും അപ്പുറമാണ്, ചലനത്തിനും നിശ്ചലതയ്ക്കും അപ്പുറമാണ്. ഈ തരത്തിലത് ബോധിപ്പിക്കുകയാണ്. അതുപോലെ മറ്റ് ദാർശനികന്മാരുടെ കാഴ്ചപ്പാടുകളെയും അതെല്ലാം ഇതിനകം ഒരുവന്റെ മനസ്സിൽ കടന്നുകൂടിയതാണ്. അതിനവനെ ഓർമ്മിപ്പിച്ചിട്ട് നിരാകരിക്കുന്നു. സോ അവിവാദ, അതാണ് ഇവിടുത്തെ അവിവാദം എന്ന് പറയുന്നത്. അത് ഇവിടെ പറയുന്ന അസ്പർശയോഗത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നാ പറയുന്നു. അസ്പർശയോഗത്തിൽ എന്ന് പറയുമ്പോൾ ആ തുര്യന്റെ പരമാർത്ഥ നിലയെ ബോധിക്കുമ്പോൾ അവിടെയാണ് ഈ വിവാദങ്ങളെല്ലാം ഒടുങ്ങുന്നത്, ഈ വിരുദ്ധ വചനങ്ങളെല്ലാം അവസാനിക്കുന്നത്. അവിടെ ഒരു തരത്തിലും വൈരുദ്ധ്യങ്ങളില്ല. അതാണ് ഇവിടെ വിശദീകരിച്ച് വരുന്നത്. പക്ഷെ അവിടെ എത്തിച്ചേരുന്നതിന് തടസ്സമായി ഈ വിവാദങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിനുള്ള ഉപായങ്ങൾ പറയും. അതാണ് ഇനി പറയുന്നത്. ഇന്നതൊക്കെയാണ് അതിന് തടസ്സങ്ങൾ, അതിനെ മാറ്റുക എന്നാവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിനെ അവിവാദം എന്ന് പറയാം. തസ്മാതോ അവിരുദ്ധശ്ച ഈദൃശോ യോഗോ ഉദ്ദേശിത ഉപദിഷ്ട. ഇത് അവിരുദ്ധവുമാണ്, ഇവിടെ വിരോധമില്ല. നേരത്തെ പറഞ്ഞല്ലോ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്നവനിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ പ്രകടമാക്കി നശിപ്പിക്കുകയാണ്. ഏതുപോലെ ഇരുട്ടിനെ കാണുന്നവന് വെളിച്ചം കൊണ്ട് പ്രയോജനം വരുന്നതുപോലെ, അതുപോലെ വിവാദങ്ങൾ വികല്പങ്ങളിലാണ് മനസ്സ് നിൽക്കുന്നതെങ്കിൽ അവനെ ഓർമ്മിപ്പിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഇത് അവിരുദ്ധമാണ്. ഇവിടെ വിരോധങ്ങളൊന്നുമില്ല. സ്വയം വിരോധമില്ല, മറ്റാരോടും വിരോധമില്ല, മറ്റ് ദാർശനികന്മാരോടും വിരോധമില്ല. ഈദൃശോ യോഗോ ഉദ്ദേശിത ഉപദിഷ്ട, ഇതാണ് ഇവിടുത്തെ യോഗം. ഈദൃശ യോഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള യോഗങ്ങളെല്ലാം ഇവിടെ നിഷേധിക്കുകയാണ്. അഷ്ടാംഗ യോഗം പോലെയുള്ള യോഗങ്ങൾ ഈ നിലയിൽ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുകയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നിലയിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന തത്വപ്രതിപാദനത്തിൽ ഈദൃശയോഗ ഇവിടെ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു യോഗമാണ്. ഉദ്ദേശിത, അതിനെ ഉപദേശിച്ചു, ഉപദിഷ്ട ശാസ്ത്രേണ, ശാസ്ത്രരൂപത്തിൽ അത് ഉപദേശിച്ചിരിക്കുന്നു. തം യഹ ഉപദിഷ്ട, തം ആരാണോ ഇത് ഉപദേശിച്ചത്? ഉപദേശിക്കുന്നതിന് ഒരു ഗുരു വേണമല്ലോ. ആ ഗുരുവിന്റെ ഉപദേശമാണ് ശാസ്ത്രമായി മാറിയത്. അതാണ് ശാസ്ത്രേണ ഉപദിഷ്ട എന്ന് പറയുന്നത്. ശാസ്ത്രരൂപത്തിൽ അത് ഉപദേശിച്ചു. അപ്പോ അതിവിടെ വീണ്ടും ഇവിടെ എന്തിനു പറയുന്നു? ഇതിന്റെ ചർച്ചയിൽ, ഇതിന്റെ മനനത്തിൽ ഒരു തരത്തിലും അങ്ങനെ തോന്നാൻ പാടില്ല. എന്താണ് ഇത് ആവശ്യമില്ലാത്തതാണ്, ഇത് വേണമായിരുന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരാൾക്കിത് ആവശ്യമില്ലാത്തതാണെങ്കിൽ വേറൊരാൾക്കിത് ആവശ്യമായി വരും. വാദങ്ങളും വിവാദങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും എല്ലാം ഒരിടത്തെങ്കിൽ വേറൊരു സ്ഥലത്തത് നിലനിൽക്കും, ആവശ്യമായി വരും. എന്തുകൊണ്ടിത് ആചാര്യൻ ഉപദേശിച്ചിരിക്കുന്നതാണ്. ആചാര്യൻ വ്യർത്ഥമായൊന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആചാര്യനെ തം നമാമ്യഹം പ്രണമാമി, അങ്ങനെയുള്ള ആചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. എന്ന് പറഞ്ഞു വീണ്ടും ആ സമ്പ്രദായത്തെ
സമ്പ്രദായത്തെ ഉറപ്പിക്കുകയാണ്, സമ്പ്രദായ മര്യാദയെ ഉറപ്പിക്കുകയാണ്. അദ്വൈത രൂപത്തിലുള്ള ആചാര്യ സ്മരണ വിടാതെ തന്നെ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കണം, ശാസ്ത്രത്തിൽ പ്രവർത്തിക്കണം. അത് വീണ്ടും ആചാര്യനൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അസ്പർശ യോഗോ വൈ നാമ സർവസത്വസുഖോഹിത അവിവാദോ വിരുദ്ധശ്ച കേശിതസ്തം നമാമ്യഹം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ